മോളെ ആ വന്നേ, നമുക്ക് ഉറങ്ങാം. പക്ഷെ കഥ പറഞ്ഞാലേ ഞാൻ ഉറങ്ങൂ. കഥ പറഞ്ഞു തരാമല്ലോ. ഒരു ഗ്രാമത്തില് മിടുമിടുക്കനായ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അയാൾ വലിയ അധ്വാനിയായിരുന്നു. അയാൾ എന്നും അതിരാവിലെ പാടത്തേക്കിറങ്ങും. ഇല്ലുമുറിയെ പണി ചെയ്ത് കുറച്ചു നാളുകൊണ്ട് അയാൾ പാടത്ത് പൊന്നു വിളയിച്ചു. അയാളുടെ പേരെന്തായിരുന്നു? ഷിനു ലാൽ. ആ കൃഷിക്കാരനെ 3 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ യോഷി ലാൽ, രണ്ടാമത്തവൻ അനീഷ് ലാൽ, മൂന്നാമത്തവൻ വിപിൻ ലാൽ. ഒരല്ലലും കൂടാതെ നല്ല ഗുണ്ടുമണികളായിട്ട് അവർ വളർന്നു വന്നു. പക്ഷേ എന്ത് കാര്യം, അച്ഛൻ്റെ കൃഷിപ്പണികളിലൊന്നും അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. മക്കളുടെ ഭാവിയെക്കുറിച്ചോർത്ത് പാവം കൃഷിക്കാരൻ്റെ മനസ്സ് നീറി. ഇഷ്ടം പോലെ മൂക്കുമുട്ടത്തിന് കളിച്ചും രസിച്ചും അങ്ങനെ അവരുടെ ജീവിതം തള്ളി നീക്കി. തൻ്റെ കാലം കഴിഞ്ഞാൽ മക്കളുടെ ജീവിതം കഷ്ടത്തിലാകും. ഒരിക്കൽ മാരകമായ ഒരു രോഗം പിടിച്ചിട്ട് പാവ കൃഷിക്കാരൻ കിടപ്പിലായി. അയാൾ തൻ്റെ 3 മക്കളെയും അയാളുടെ കിടക്കക്കരിയിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, മക്കളെ, അച്ഛൻ മരിക്കാറായി. എൻ്റെ മരണശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കും? അച്ഛൻ്റെ ചോദ്യം കേട്ടിട്ട് മക്കൾ വാ പൊളിച്ച് നിന്നു. മക്കളെ, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിങ്ങൾ ഒരു ജോലിയും ചെയ്യില്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾക്കായി ഒരു നിധി ഞാൻ ആ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ മരണശേഷം നിങ്ങളത് കുഴിച്ചെടുക്കണം. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് അല്ലലില്ലാതെ ജീവിക്കാം. അച്ഛൻ്റെ വാക്കുകൾ മക്കളെ കൂടുതൽ സന്തോഷിപ്പിച്ചു. അധികം താമസിക്കാതെ അച്ഛൻ മരിക്കുകയും ചെയ്തു. അവർ 3 പേരും കൂടി പറമ്പ് കിളയ്ക്കാൻ തുടങ്ങി. എത്ര കുഴിച്ചു മറിച്ചിട്ടും അച്ഛൻ കുഴിച്ചിട്ട നിധി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് പറമ്പ് കിളച്ച് തളർന്ന് വരാന്തയിലിരിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്നു. മക്കളെ, നിങ്ങൾ നല്ല മിടുക്കരാണല്ലോ. പറമ്പെല്ലാം കൊത്തിക്കിളച്ച് കൃഷി നടാൻ പാകത്തിനുള്ളതാക്കി തീർത്തല്ലോ. ഇനി എന്തവിടെ നട്ടാലും പൊന്നു വിളയും. നിങ്ങൾക്ക് വേണ്ട വളവും വിത്തും എല്ലാം ഞാൻ തരാം. അവർ ആ കിളച്ചൊരുക്കിയ നിലത്ത് ഓരോന്നും നട്ടുപിടിപ്പിച്ചു. കൃഷി ചെയ്യാൻ തുടങ്ങി. അവർക്ക് സന്തോഷമായി. നട്ടുപിടിപ്പിച്ച ഇതെല്ലാം മരങ്ങളും തൈകളും ഫലങ്ങളും എല്ലാം വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിച്ചു. അവരത് കുട്ടകളും പട്ടികളും എല്ലാം നിറച്ച് എല്ലാം ശേഖരിച്ചു. എന്നിട്ടത് അവർ വിറ്റിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടി. അവർക്ക് സന്തോഷമായി. അങ്ങനെ വിയർപ്പിൻ്റെ സുഗന്ധം അവർ തിരിച്ചറിഞ്ഞു. എല്ലാ മുടിയും പണിയെടുത്താൽ പല്ല് മുടിയും തിന്നാന്ന് പറയുന്ന ഇതിനാണ് മുത്തശ്ശി. അതേ മോളെ, സ്വന്തം നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിലപ്പെട്ടതാകുന്നത്. മമ്മി, അത്താഴത്തിനൊന്നുമില്ലേ? വിശക്കുന്നു. മുത്തശ്ശി എന്നോടും പറയണേ, ഇവിടെ നിധി കുഴിച്ചിട്ട്. ശരി മോളെ, പറയാം.